പ്രിയപ്പെട്ട പഠിതാക്കളെ, 10ാം തരം തുല്യതയുടെ ഭൗതികശാസ്ത്രത്തിലെ 3ാമത്തെ അധ്യായം താപവും ആഗോള താപനവുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ വിശിഷ്ട താപധാരിത വരെ പറഞ്ഞു. വിശിഷ്ട താപധാരിത പ്രസ്താവിക്കുന്ന യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് അതും പറഞ്ഞു. കുറച്ച് പദാർത്ഥങ്ങളുടെ വിശിഷ്ട താപധാരിതയും പറഞ്ഞു. ജലം, വെളിച്ചെണ്ണ, മെർക്കുറി, ഇരുമ്പ്, ലെഡ് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെയൊക്കെ വിശിഷ്ട താപധാരിത പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് ജലത്തിനാണെന്നും ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രയോജനപ്രദമാകുന്നുണ്ട് എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഏറ്റവും കൂടിയത് ജലത്തിനാണല്ലോ, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതായത് വിശിഷ്ട താപധാരിതയാണ് കേട്ടോ, ഏറ്റവും കൂടുതൽ ജലത്തിനാണല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന്. നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 2/3 ഭാഗം ജലമാണ്. ജലത്തെ ചൂടാക്കാൻ കൂടുതൽ താപം വേണമല്ലോ. ചൂടിലും തണുപ്പിലും നമ്മുടെ ശരീരം രക്ഷപ്പെടാൻ ഒരു പരിധിവരെ സഹായിക്കുന്നത് ജലത്തിൻ്റെ അളവും അതിൻ്റെ ഉയർന്ന വിശിഷ്ട താപധാരിതയുമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ 2/3 ഭാഗം ജലാംശമാണ്. അപ്പം ജലത്തിൻ്റെ കൂടിയ വിശിഷ്ട താപധാരിത നമ്മുടെ ശരീരത്തെ നല്ല ചൂടിലും നല്ല തണുപ്പിലും രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുന്നു. ഇനി കടലോരങ്ങളിൽ കരയും കടലും ഉച്ചയാകുമ്പോഴേക്കും ചൂടാകും. കടൽ തീരത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. കരയും കടലും ഉച്ചയാകുമ്പോഴത്തേക്കും ചൂടാകും. പക്ഷേ കര കൂടുതൽ ചൂടാകും. ഈ സമയം കരയിലെ തറയോട് തൊട്ടുകിടക്കുന്ന വായു ചൂടായി ഉയർന്നു പൊങ്ങും. അതായത് കടൽക്കരയിലുള്ള കടൽ തീരത്തിൻ്റെ മണലിനോട് ചേർന്ന് കിടക്കുന്ന വായുവില്ലേ, ചൂടായിട്ട് ഉയർന്നു പൊങ്ങും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ വായു ഉയർന്നു പൊങ്ങിയ ആ ഗ്യാപ്പിലേക്ക് കടലിൽ നിന്ന് വായു പ്രവഹിക്കും. അതാണ് കടൽക്കാറ്റ്. ഒന്നും കൂടെ അത് പറയാം. കടലോരങ്ങളിൽ കരയും കടലും ഉച്ചയാകുമ്പോഴേക്കും ചൂടാകും. പക്ഷേ കര കൂടുതൽ ചൂടാകും. ഈ സമയം കരയിലെ തറയോട് തൊട്ടുകിടക്കുന്ന വായു ചൂടായി ഉയർന്നു പൊങ്ങും. വായു കുറഞ്ഞിടത്തേക്ക് കടലിൽ നിന്നും വായു പ്രവഹിക്കും. ഇതാണ് കടൽക്കാറ്റ്. ഈ കടൽക്കാറ്റും കരക്കാറ്റും നിങ്ങൾ സോഷ്യൽ സയൻസിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് പറഞ്ഞതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കടലിൽ നിന്ന് കരയിലേക്ക് പ്രവഹിക്കുന്ന വായു പ്രവാഹമാണ് കടൽക്കാറ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ കരക്കാറ്റോ? ഇവിടെ കര പെട്ടെന്ന് ചൂടാകുമെന്നാണ് പറഞ്ഞത്, കൂടുതൽ ചൂടാകുന്നു. അപ്പം നമുക്കിനി കടലിൻ്റെ കാര്യം നോക്കാം. രാത്രികാലങ്ങളിൽ കടലിലെ ജലം സാവധാനമേ തണുക്കൂ. അതായത് രണ്ടും ഒരേപോലെ ചൂടാകുന്നുണ്ട്. പകൽ സമയങ്ങളിൽ ഉച്ചയാകുമ്പോഴത്തേക്കും കരയും കടലും ചൂടാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? കരയോട് ചേർന്ന് കിടക്കുന്ന വായു കൂടുതൽ ചൂടായിട്ട് മുകളിലേക്ക് പൊങ്ങുമ്പോൾ ആ ഭാഗത്തേക്ക് കടലിൽ നിന്ന് വരുന്ന വായു വരുമ്പോഴാണ് കടൽക്കാറ്റ് അനുഭവപ്പെടുന്നതെന്നും പറഞ്ഞു. ഇനി രാത്രി കാലങ്ങളിൽ കടലിലെ ജലം സാവധാനമേ തണുക്കൂ. അപ്പോൾ കരയിൽ നിന്നും കടലിലേക്ക് കരക്കാറ്റും ഉണ്ടാകുന്നു. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കടലിൽ നിന്ന് കരയിലേക്ക് വരുന്ന കടൽക്കാറ്റും കരയിൽ നിന്ന് കടലിലേക്ക് പോകുന്ന കരക്കാറ്റും, അങ്ങനെ നമുക്ക് പറയാം. ജലത്തിൻ്റെ ഉയർന്ന വിശിഷ്ട താപധാരിത കൊണ്ട് മറ്റെന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഓല കത്തിച്ചപ്പോൾ, അതായത് ഈ ഓല കത്തിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് നോക്കിയാൽ ഇത് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഈ ഓല എന്താ കത്തിച്ചതെന്നൊക്കെ സംശയം വരും. ഓല കത്തിച്ചപ്പോൾ കൂടുതൽ അളവിലുള്ള ജലത്തിൻ്റെ താപനില കുറച്ചു മാത്രം ഉയർന്നത് എന്താണെന്നറിയാമല്ലോ. അപ്പോൾ ഒരു വസ്തുവിലെ താപത്തിൻ്റെ ആകെ അളവ് എങ്ങനെ കിട്ടും? ഇതെന്താന്ന് വെച്ചാൽ, ഒരേപോലെ അളവിലുള്ള ഓലക്കെട്ടെടുത്ത് കുറച്ച് വെള്ളമുള്ള ഒരു പാത്രം, അതിലും ചൂടാക്കി കൂടുതൽ വെള്ളമുള്ള വേറൊരു പാത്രത്തിലും അതേ അളവ് ഓല കൊണ്ട് കത്തിച്ചു. അപ്പോൾ കുറച്ച് വെള്ളമുള്ളത് പെട്ടെന്ന് ചൂടായി, കൂടുതൽ വെള്ളമുള്ളത് പതുക്കെ ചൂടായുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇനി വസ്തുവിലെ താപത്തിൻ്റെ അളവ് എങ്ങനെ കണക്കാക്കും, അല്ലെ എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. അത് എളുപ്പമല്ലേ.
വസ്തുവിന് എത്ര കിലോ തൂക്കമുണ്ടെന്ന് നോക്കുക. താപനില വർധനവ് നോക്കുക. വിശിഷ്ട താപധാരിത കൊണ്ട് ഗുണിച്ചാൽ പോരെ? മതി. അതായത് നമുക്ക് നോക്കാം. ഒരു വസ്തുവിനുള്ള താപപരിണാമം അളക്കുന്നത്. താപപരിണാമം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണെന്നോ, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള താപത്തിൻ്റെ അളവിൻ്റെ വ്യത്യാസമാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. മാസ് ഇൻറ്റു വിശിഷ്ട താപധാരിത ഇൻറ്റു താപനില. Q സമം M ഇൻറ്റു സി ഇൻറ്റു തീറ്റ. ഈ ഇതിന് തീറ്റ എന്നാണ് പറയുന്നത്. തീറ്റ അതായത് ഇങ്ങനെ ഒരു ഇത് വരച്ചിട്ട് ഇങ്ങനെ ഇടുന്നതിന് തീറ്റ എന്ന് പറയുന്നത്. Q സമം MC തീറ്റ. അതിൻ്റെ അളവ് ജൂൾ ആയാണ് കണക്കാക്കുന്നത്. അതായത് താപപരിണാമം, ചൂട്, അത് എന്തായാലും നമ്മൾ ജൂൾ എന്ന അളവിലാണ് അത് കണക്കാക്കുന്നത്. ഇനി വേറൊരു കാര്യമാണ് പറയുന്നത്. അമ്മേ, കുറച്ച് ചൂടുവെള്ളം എടുത്തു തരാമോ? കൊണ്ടുവന്ന ചൂടുവെള്ളത്തിന് ചൂട് കൂടുതലായതുകൊണ്ട് കുറച്ച് തണുത്ത വെള്ളവും കൂടി തരാമോ? രണ്ടും ചേർത്ത് കുടിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ താപത്തിൻ്റെ ഒരു പ്രത്യേകത നീ കണ്ടോ? അതായത് നല്ല ചൂടുവെള്ളത്തിലേക്ക് ചൂട് കുറയാൻ വേണ്ടി കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുന്നു. മനസ്സിലായി. ചൂടുള്ളതും തണുത്തതും കൂടിച്ചേരുമ്പോൾ ചൂടുള്ള വസ്തുവിൻ്റെ താപം നഷ്ടപ്പെടുകയും തണുത്ത വസ്തുവിന് താപം ലഭിക്കുകയും ചെയ്തു. അതായത് ചൂട് ഉള്ള വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്തു, തണുത്ത വെള്ളം വേറൊരു ഗ്ലാസ്സിലും എടുത്തു. എന്നിട്ട് ചൂടുവെള്ളത്തിലേക്ക് ആ തണുത്ത വെള്ളം ഒഴിച്ചപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ ചൂട് കുറഞ്ഞു, പക്ഷെ തണുത്ത വെള്ളത്തിൻ്റെ ചൂട് കിട്ടി. അതാണ് ഇവിടെ പറയുന്നത്. ചൂടുള്ള വസ്തുവിൻ്റെ താപം നഷ്ടപ്പെടുകയും തണുത്ത വസ്തുവിന് താപം ലഭിക്കുകയും ചെയ്യും. ശരിയാണ്. അതുമാത്രമല്ല, ചൂടുള്ള വസ്തുവും തണുത്ത വസ്തുവും സമ്പർക്കത്തിലായാൽ ചൂടുള്ള വസ്തുവിന് നഷ്ടപ്പെടുന്ന താപവും തണുത്ത വസ്തുവിന് ലഭിക്കുന്ന താപവും തുല്യമായിരിക്കും. ചൂടുവെള്ളം തണുപ്പിക്കാനെടുത്ത ആ താപവും തണുത്ത വെള്ളം ചൂടാക്കാനെടുത്ത താപവും തുല്യമായിരിക്കുന്നു. അതായത് താപലാഭം സമം താപനഷ്ടം. ഒരാൾക്ക് ചൂടുവെള്ളത്തിന് താപം നഷ്ടപ്പെടുന്നു, തണുത്ത വെള്ളത്തിന് താപം ലഭിക്കുന്നു. താപലാഭം സമം താപനഷ്ടം. ഇതിന് സയൻസിൽ പറയുന്നത് മിശ്രണ തത്വം എന്നാണ്. മിശ്രണ തത്വം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മിശ്രണ തത്വം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ, ചൂടുള്ള വസ്തുവിൻ്റെ ചൂട് കുറയ്ക്കുന്നതും തണുത്ത വസ്തുവിന് ചൂട് കിട്ടുന്നതും, തണുത്ത വസ്തുവിന് കിട്ടുന്ന ചൂടും ചൂടുള്ള വസ്തുവിന് കുറഞ്ഞ ചൂടും കുറഞ്ഞു പോയ ചൂടും രണ്ടും തുല്യമായിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി നിന്റെ ദേഹത്ത് തിളച്ച വെളിച്ചെണ്ണ തെറിപ്പിച്ച നീരാവിയെപ്പറ്റി നോക്കാം. ഇതൊക്കെ ഭാഗത്തിന് തുടക്കം വായിച്ചാൽ മാത്രമേ ഇതെന്താണ് തിളച്ച വെളിച്ചെണ്ണ, എന്താണ് ഓലക്കെട്ടെന്നൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻ വരും. ഹൗ, ഇത്രയും പറയാതെ അത് പറഞ്ഞാൽ മനസ്സിലാകില്ലായിരുന്നു. ശരിയാ. നേരത്തെ ഐസും വെള്ളവും നീരാവിയും ഒന്നിൻ്റെ തന്നെ 3 അവസ്ഥകളാണെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഐസിനെ ചൂടാക്കുമ്പോൾ ഖരം ദ്രാവകമായും വീണ്ടും ചൂടാക്കിയാൽ ദ്രാവകം വാതകമാകും. ഇനി തണുപ്പിച്ചാലോ വാതകം ദ്രാവകവും ആവും, പിന്നെയും തണുപ്പിച്ചാൽ ഐസാകും. അതായത് ജലത്തിൻ്റെ 3 അവസ്ഥകളാണ് ഇവിടെ പറഞ്ഞത്. ഐസ് വെള്ളമാകുന്നു, വെള്ളം നീരാവിയാകുന്നു, നീരാവി തണുത്ത് വെള്ളമാകുന്നു, വെള്ളം തണുത്താൽ ഐസാകുന്നു. അതിവിടെ ഒരു ചാർട്ടിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ ആരോ മാർക്ക് പോകുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഭാഗം ബ്ലാങ്ക് ആയിട്ടിടും. ഒന്നെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ടിടും, അല്ലെങ്കിൽ ഇവിടെ ഖരം എന്ന് കൊടുക്കും, ഇവിടെ ഒരു വരയിട്ട് വെച്ചിരിക്കും, ഇവിടെ ദ്രാവകം എന്ന് കൊടുക്കും. നമുക്കറിയാം ഖരം ദ്രാവകമാകണമെങ്കിൽ താപം സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് താപം സ്വീകരിക്കുന്നു എന്ന്.
പിന്നെ ദ്രാവകം, ഇതാ ഈ ആരോ മാർക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇനി ദ്രാവകത്തിന് മുകളിലേക്കാണ് ആരോ മാർക്ക്. എന്നിട്ട് താപം സ്വീകരിച്ച് വാതകമാകുന്നു. വാതകം താപം നഷ്ടപ്പെടുത്തി, ആരോ മാർക്ക് പോകുന്ന വഴി നോക്കുക കേട്ടോ. താപം പുറത്ത് വിട്ട്, താപം നഷ്ടപ്പെടുത്തുക അല്ലെ, താപം പുറത്ത് വിട്ട് ദ്രാവകമാകും. പിന്നെ അവിടുന്ന് വീണ്ടും ആരോ മാർക്ക്, ദ്രാവകം വീണ്ടും താപം പുറത്ത് വിട്ട് ഖരമാകുന്നു. ഒന്നെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ടിടും, അല്ലെ ഇവിടെ ബ്ലാങ്ക് ആയിട്ടിടും, അല്ലെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ടിടും, അല്ലെ ഇവിടെ ബ്ലാങ്ക് ആയിട്ടിടും. ഇതൊക്കെ ശരിക്കും പഠിച്ചാൽ ഇത് എവിടെ ബ്ലാങ്ക് ആയിട്ടിട്ടാലും നമുക്കവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് നമുക്ക് ഐസും ജലവും നീരാവി എടുക്കാം. ഐസ് ഖരാവസ്ഥയിലുള്ളതാണ്. ഐസ് താപം സ്വീകരിച്ച്, അതായത് ഐസ് ചൂടാക്കുമ്പോൾ നമ്മൾ കുടിക്കുന്ന പോലെയുള്ള ലിക്വിഡായിട്ടുള്ള വെള്ളമാകും. വെള്ളം എന്ത് ചെയ്യുന്നു? വെള്ളം വീണ്ടും താപം സ്വീകരിക്കുന്നു. താപം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാക്കുക. വെള്ളം വീണ്ടും ചൂടായി തിളച്ചാൽ നീരാവിയാകിയല്ലേ, വാതകമാകൂല്ലേ. ആ വാതകം വീണ്ടും നമ്മൾ ആ വാതകത്തിനെ തണുപ്പിക്കുന്നു. തണുപ്പിക്കുക അല്ലെങ്കിൽ താപം പുറത്തുവിടുക. അപ്പോൾ അത് ദ്രാവകമായി. ദ്രാവകത്തിനെ വീണ്ടും തണുപ്പിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? താപം പുറത്തേക്ക് കളയുക ചെയ്യുന്നു. തണുപ്പിക്കുമ്പോൾ ചൂട് കളയുമ്പോൾ അല്ലേ തണുപ്പാകുന്നത്. താപം പുറത്തേക്ക് വിട്ട് ഖരമാകുന്നു. ഇത് മറന്നു പോകാതെ ഇത് പഠിച്ചു വെച്ചോളുക. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്നതാണ്, നിർബന്ധമായിട്ടും വരും. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അവസ്ഥാമാറ്റത്തിൻ്റെ ഒരു സംഗതി പറഞ്ഞാൽ മനസ്സിലാകില്ല, നീ തന്നെ നോക്കി കണ്ടുപിടിക്കെന്ന് പറഞ്ഞ് ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ കുറേ ഐസ് കട്ടകൾ ഇട്ടു. അതിൽ ഒരു സെൽഷ്യസ് തെർമോമീറ്ററും വെച്ചു. താപനില എത്രയാ? 0. നമുക്കറിയാം ഐസിൻ്റെ താപനില 0ആണ്, 0 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഒരു കത്തിച്ച മെഴുകുതിരി കൊണ്ട് സാവധാനം ചൂടാക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് നോക്ക്. ഇപ്പോഴോ എത്രയാണ് താപം എന്നാണ് ഉദ്ദേശിക്കുന്നത്? 0 തന്നെ. അപ്പോൾ നമ്മൾ മെഴുകുതിരിയും കൊണ്ട് കൊടുത്ത ചൂട് അങ്ങോട്ട് പോയി, ഐസ് കട്ട ഉരുകി. പക്ഷേ ചൂട് ആ വെള്ളത്തിനോ ഇല്ല അല്ലേ. വീണ്ടും 2 മിനിറ്റ് ചൂടാക്കി. വെള്ളത്തിന് അളവ് കൂടിയും ഐസ് കട്ട ചെറുതായും വരുന്നുണ്ട്. എങ്കിലും വീണ്ടും ചോദിച്ചു, ഇപ്പോഴോ? 0 മാറ്റം വരില്ലേ? വീണ്ടും ചൂടാക്കൽ തുടർന്നു. ഐസ് കട്ടകൾ പൂർണ്ണമായും ഉരുകിക്കഴിഞ്ഞു. അപ്പം ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് കട്ട ഇട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ താപം. വീണ്ടും എന്താ സംഭവിച്ചത്? ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ഐസ് ചൂടാക്കി. അപ്പോൾ ഐസ് ഉരുകുന്നുണ്ട്. പക്ഷെ നമ്മൾ മെഴുകുതിരി കത്തിക്കുമ്പോൾ കൊടുക്കുന്ന ആ താപം ഐസിന് അല്ലെങ്കിൽ ഉരുകിയ വെള്ളത്തിന് ലഭിക്കുന്നില്ല. 2-3 പ്രാവശ്യം പിന്നെ താപനില നോക്കി, എപ്പോഴും 0. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഐസ് മുഴുവൻ ഉരുകി. ഐസ് മുഴുവൻ ഉരുകി തീരുന്നതിന് തൊട്ട് മുന്നേ 0ആണ്. പക്ഷെ ഐസ് മുഴുവൻ ഉരുകിക്കഴിഞ്ഞ് വീണ്ടും നമ്മൾ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐസ് കട്ടകൾ പൂർണ്ണമായും ഉരുകിക്കഴിഞ്ഞു. മാറുന്നുണ്ട്. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് ആയി, പിന്നെ 5 ഡിഗ്രി സെൽഷ്യസ് ആയി, പിന്നെ 10 ഡിഗ്രി. അപ്പം ഐസ് കട്ട മുഴുവൻ ഉരുകിക്കഴിഞ്ഞാണ് നമ്മൾ മെഴുകുതിരി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മെഴുകുതിരിയുടെ ചൂട് അല്ലെങ്കിൽ മെഴുകുതിരി കത്തുമ്പോൾ കിട്ടുന്ന ചൂട് വെള്ളത്തിലേക്ക് പോയത്. അതുവരെ എന്ത് ചെയ്തു? അത്രയും നേരം കത്തിച്ചപ്പോഴും വെള്ളത്തിന് പിന്നെ ഐസ് ഉരുകി വന്ന വെള്ളത്തിന് ഒട്ടും ചൂടുണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ താപം കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ കൊടുത്ത താപമൊക്കെ എങ്ങോട്ട് പോയി? ഐസ് വെള്ളമാകാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. ഐസ് പൂർണ്ണമായും വെള്ളമായി കഴിഞ്ഞാണ് താപനില പതുക്കെ ഉയർന്നത്. 1 ഡിഗ്രി, 5 ഡിഗ്രി, 10 ഡിഗ്രി, അങ്ങനെ ആ വെള്ളം തിളച്ചപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പം വെള്ളം ഇങ്ങനെ കുളകുളാന്ന് തിളയ്ക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? 100 കൂടുന്നില്ല, വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക. ചൂടാക്കൽ തുടർന്നു, വെള്ളം തിളയ്ക്കുന്നു. താപനില 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ. വീണ്ടും ചൂടാക്കി, 100 ഡിഗ്രി തന്നെ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? 0 ഡിഗ്രി സെൽഷ്യസിൽ കുറേ നേരം ചൂട് കൊടുത്താലും 0 ഡിഗ്രി സെൽഷ്യസ് തന്നെ താപനില തുടർന്നു. ഐസ് മുഴുവൻ ഉരുക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന താപം പതുക്കെ വെള്ളം സ്വീകരിച്ചു തുടങ്ങിയത്. അങ്ങനെ 100 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി.
100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ വെള്ളം തിളയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ തിള തുടർന്നുകൊണ്ടേയിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? തിളച്ച് കഴിഞ്ഞും കൊടുക്കുന്ന ചൂട് ആ വെള്ളത്തിലുണ്ട്. പക്ഷെ എങ്ങോട്ടാണ് അത് പോകുന്നത്? അത് നീരാവിയായി മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വെള്ളം മുഴുവൻ നീരാവിയാകണം അല്ലേ? ഇനി 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് മാറാൻ നമ്മുടെ വെള്ളത്തിൻ്റെ താപനില 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് മാറണമെങ്കിൽ ആ വെള്ളം മുഴുവൻ നീരാവിയായി മാറണം. മെഴുകുതിരി കെടുത്തി അവൻ പറഞ്ഞു, ഇപ്പോൾ നീ മനസ്സിലാക്കിയത് ഒക്കെ ഒന്ന് പറഞ്ഞേ. കേട്ടോ, അവസ്ഥയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോൾ താപനില മാറില്ല. അതായത് ഐസ് ഉരുകിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ താപം കൊടുത്താൽ, അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് ചൂടാക്കിയാലും ചൂട് ആ ദ്രാവകം സ്വീകരിക്കത്തില്ല, അല്ലെ ഐസ് സ്വീകരിക്കത്തില്ല. പക്ഷെ താപം സ്വീകരിച്ചു കൊണ്ടിരിക്കും. താപം ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അത് നമുക്ക് താപനിലയിൽ മാറ്റമില്ല. താപം സ്വീകരിക്കും, താപനിലയിൽ മാറ്റമില്ല. ഖരവസ്തു ദ്രാവകമായി മാറുന്നതിനെ ദ്രവീകരണം, അതായത് ഐസ് വെള്ളമാകുന്നതിനെ ദ്രവീകരണം എന്നും ദ്രാവകം വാതകമാകുന്നതിനെ ബാഷ്പീകരണം എന്നും പറയുന്നു. അതായത് നമ്മുടെ വെള്ളം നീരാവിയാകുന്ന ആ പ്രോസസ്സ് ബാഷ്പീകരണം എന്ന് പറയുന്നു. ഖരം ദ്രാവകമാകുന്നത് ദ്രവീകരണവും ദ്രാവകം ബാഷ്പമാകുന്നത് ബാഷ്പീകരണവും. ശരിയാണ്. അത് ശാസ്ത്രീയമായി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അവസ്ഥാ പരിവർത്തന സമയത്ത് സ്വീകരിക്കുന്ന താപം തന്മാത്രകളുടെ സ്ഥിതികോർജം വർദ്ധിക്കാൻ ഉപയോഗിക്കുന്നതിനാൽ താപനിലയിൽ മാറ്റമുണ്ടാകുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. അവസ്ഥാ പരിവർത്തനത്തിന് ഉപയോഗിക്കുന്ന താപം തന്മാത്രകളുടെ സ്ഥിതികോർജം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. താപനിലയിൽ അതുകൊണ്ട് മാറ്റം ഉണ്ടാകത്തില്ല. ഇനി ഒരു വസ്തു ദ്രാവകമായി മാറുന്ന നിശ്ചിത താപനിലയെ ദ്രവണാങ്കം എന്നാണ് പറയുന്നത്. ഒരു വസ്തു ദ്രാവകമായി മാറുന്ന നിശ്ചിത താപനിലയെ ദ്രവണാങ്കം എന്ന് പറയും. ഈ ദ്രാവകം ഖരമായി മാറുന്ന താപനില ഖരണാങ്കവും ഇത് തന്നെ. അതിന് ഉദാഹരണം നമുക്ക് ഐസ് എടുക്കാം. ഐസ് ദ്രാവകമാകുന്നതും ദ്രാവകം ഐസാകുന്നതും, അതായത് വെള്ളം ഐസാകുന്നതും ഒരേ താപനിലയിലാണ്. അതുപോലെ ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന നിശ്ചിത താപനിലയാണ് ആ വസ്തുവിൻ്റെ, ഒരു ദ്രാവകം വാതകമായി മാറുന്ന അല്ലെങ്കിൽ ബാഷ്പമായി മാറുന്ന നിശ്ചിത താപനില ആണ് ആ വസ്തുവിൻ്റെ തിളനില. ഖരണാങ്കം, ഖരം ദ്രാവകമാകുന്നത് 0 ഡിഗ്രി സെൽഷ്യസിൽ. ഇനി ദ്രാവകം ഖരമാകുന്നതും 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 ഡിഗ്രി കെൽവിൻ. ഇനി തിളനില 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ 373 കെൽവിൻ ഡിഗ്രി കെൽവിൻ. അവസ്ഥാ പരിവർത്തന സമയത്ത് സ്വീകരിക്കുന്ന താപത്തെ ലീനതാപം, അപ്പോൾ പുതിയൊരു പേര് കിട്ടി. അവസ്ഥാ പരിവർത്തന സമയത്ത് സ്വീകരിക്കുന്ന താപമാണ് ലീനതാപം. അപ്പോൾ ഐസ് മെഴുകുതിരി കൊണ്ട് കത്തിച്ച് ചൂടാക്കിയപ്പോൾ മെഴുകുതിരിയുടെ ചൂട് മുഴുവൻ, അല്ലെങ്കിൽ ആ കത്തിയ ഫ്ലെയിമിൻ്റെ ചൂട് മുഴുവൻ എങ്ങോട്ട് പോയി? ഐസ് വെള്ളമാകാനുള്ള അവസ്ഥാ പരിവർത്തനത്തിന് പോയി. ആ താപത്തിനെയാണ് നമ്മൾ ലീനതാപം എന്ന് പറയുന്നത്. ഖരം ദ്രാവകമായി മാറുന്നതിനെ സ്വീകരിക്കുന്ന താപത്തെ ദ്രവീകരണ ലീനതാപം എന്നും. അപ്പം വെറും ലീനതാപം വീണ്ടും ഖരം ദ്രാവകമാകുന്നതിനെ ദ്രവീകരണ ലീനതാപം എന്നും, ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വാതകമായി മാറുമ്പോൾ സ്വീകരിക്കുന്ന താപത്തെ ബാഷ്പന ലീനതാപം എന്ന് പറയുന്നു. അപ്പോൾ ദ്രവീകരണ ലീനതാപവും ബാഷ്പന ലീനതാപവും മറക്കണ്ട. ഇനി ദ്രവീകരണ ലീനതാപം. 1 കിലോഗ്രാം വസ്തു, അതായത് ഖരവസ്തു, 1 കിലോഗ്രാം ഖരവസ്തു അതിൻ്റെ ദ്രവണാങ്കത്തിൽ ദ്രാവകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവാണ്, അതായത് ദ്രവണാങ്കത്തിൽ ദ്രാവകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവാണ്. അതായത് നമ്മൾ പറഞ്ഞ ദ്രവണാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞില്ലേ ജലത്തിൻ്റെ കേസിൽ. അപ്പോൾ ആ 0 ഡിഗ്രി സെൽഷ്യസിൽ 1 കിലോഗ്രാം ഐസ് ദ്രാവകമായി മാറാനെടുക്കുന്ന താപത്തിൻ്റെ അളവാണ് ആ വസ്തുവിൻ്റെ ദ്രവീകരണ ലീനതാപം.
ആ വസ്തുവിൻ്റെ ദ്രവീകരണ ലീനതാപം. എന്നാൽ ബാഷ്പന ലീനതാപമോ 1 കിലോഗ്രാം ദ്രാവകം അതിൻ്റെ തിളനിലയിൽ ബാഷ്പമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവാണ് അതിൻ്റെ ബാഷ്പന ലീനതാപം. ബാഷ്പമായി എടുക്കുന്ന ദ്രാവകം ബാഷ്പമായി മാറാൻ എടുക്കുന്ന താപമാണ് ബാഷ്പന ലീനതാപം. ബാഷ്പീകരണം എല്ലാ താപനിലയിലും നടക്കും. തിളനിലയിൽ വെച്ച് നടക്കുന്നതിന് മാത്രമേ ഇത്രയും താപം ആവശ്യമുള്ളൂ. അതായത് ബാഷ്പീകരണം എല്ലാ താപനിലയിലും നടക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു തുണി കഴുകി പുറത്ത് വിരിച്ചിട്ടാലും വെയിലില്ലെങ്കിലും അതിൻ്റെ അകത്ത് വെള്ളം വാർന്നത് ഡ്രൈ ആയി കിട്ടുമല്ലോ. അതാണ് ബാഷ്പീകരണം. വെള്ളം ബാഷ്പമായി പോകുന്ന ഏത് താപനിലയിൽ നടക്കുമെന്ന്. തിളനിലയിൽ വെച്ചുകൊണ്ട് മാത്രം ബാഷ്പമാകുന്നതിന് താപം ആവശ്യമുള്ളൂ. നമുക്ക് ദ്രവീകരണ ലീനതാപവും ബാഷ്പന ലീനതാപവും ചില വസ്തുക്കളുടെ മാത്രം അളവ് നോക്കാം. ഐസിൻ്റെ ദ്രവീകരണ ലീനതാപം 334 കിലോ ജൂൾ പെർ കിലോഗ്രാം. അത് ഓരോ കിലോത്തിൻ്റെ തൂക്കം വെച്ചിട്ടാണ് കേട്ടോ ദ്രവീകരണ ലീനതാപവും ബാഷ്പന ലീനതാപവും പറയുന്നത്. അതുകൊണ്ടാണ് ഈ അളവ് വരുന്നത്. ജലത്തിൻ്റെ ബാഷ്പണ ലീനതാപം 2260 കിലോ ജൂൾ പെർ കിലോഗ്രാം. വെള്ളി 105 കിലോ ജൂൾ പെർ കിലോഗ്രാം. മെർക്കുറി -60 കിലോ ജൂൾ പെർ കിലോഗ്രാം. ചെമ്പ് -60 അല്ല, വെറും 60 കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ ഇത് കിട്ടുകൊണ്ട് പറഞ്ഞതാണ്. ചെമ്പ് 205 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇതിൽ കാണുന്ന അളവ് വച്ച് നോക്കിയാൽ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 കിലോഗ്രാം ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലമായി മാറാൻ എത്ര താപം വേണമെന്ന് നോക്കി. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ. ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഇവിടം വരെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. കാരണം 20 മിനിറ്റ് കഴിഞ്ഞു. അയ്യോ, അതുകൊണ്ടായിരിക്കാം ഐസ്ക്രീം സാവധാനം ഉരുകുന്നതല്ലേ? അതെ, ഹിമാലയത്തിൽ നിന്ന് മഞ്ഞു സാവധാനം മാത്രമേ ഉരുകുന്നത് കൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ ജലപ്രളയം നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേഗം അങ്ങ് എടുത്താലോ ഇതങ്ങ് തീരും. ഇനി അപ്പം മഞ്ഞ് സാവധാനം ഉരുകുന്നതാണ് കൊണ്ടാണ് ജലപ്രളയം ഇവിടെ നമ്മുടെ ഹിമാലയത്തിലൊന്നും വലിയ ജലപ്രളയം ഉണ്ടാകാതിരിക്കുന്നത്. പെട്ടെന്ന് ഉരുകിയിട്ടുണ്ട് എന്താ സംഭവിക്കുന്നത്? ഒന്നിച്ച് വെള്ളം ഇങ്ങോട്ട് വരത്തില്ലേ? ഇനി 0 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 കിലോഗ്രാം ജലത്തിനെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള നീരാവിയാക്കാൻ എത്ര താപം നൽകണം? അത്രയും താപം ആ നീരാവിൽ അധികമുണ്ടാകില്ലേ? അതാണ് പറഞ്ഞത്. സാധാരണ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ കൂടുതലാണ് നീരാവി കൊണ്ടുള്ള പൊള്ളലിന്. അതാണ് ഇവിടെ പറയുന്നത്. 1 കിലോഗ്രാം ജലത്തിന് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള തിളച്ച 1 കിലോഗ്രാം ജലത്തിനെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള നീരാവിയാക്കാൻ എത്ര താപം നൽകണം? നമ്മളിവിടെ ബാഷ്പണ ലീനതാപം എത്ര പറഞ്ഞ 2600 കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പോൾ അത്രയും താപമാണ് കേട്ടോ. എന്നാൽ ഐസ് ദ്രാവകമാകുന്നതിന് 334 കിലോ ജൂൾ പെർ കിലോഗ്രാമേ ഉള്ളൂ. ആ സ്ഥലത്താണ് ഐസ് ജലമായിട്ട് ആ ജലം നീരാവിയാകുന്നതിൻ്റെ താപം ഇത്രയാണ്. അപ്പോൾ ഈ താപം എത്രയുണ്ട്? ആ നീരാവിയിൽ ഉൾക്കൊള്ളുന്ന താപം ഇതാണ് കേട്ടോ. അത്രയും താപം നീരാവിയിൽ അധികമുണ്ടാകില്ലേ? അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഭയാനകമല്ലേ അതേ താപനിലയിൽ നീരാവി കൊണ്ടുള്ള പൊള്ളൽ? ഓക്കെ, ഇനി അടുത്തത് ഇനി നിനക്ക് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. ചട്ടിയിൽ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചത്. സാന്ദ്രത കൂടിയ ജലം താഴെ കിടന്നു. കൊടുത്ത താപം കൊണ്ട് വെള്ളവും എണ്ണയും ഒരുപോലെ ചൂടായി. എണ്ണയുടെ വിശിഷ്ട താപധാരിത കുറവായതുകൊണ്ട് താപനില ജലത്തേക്കാൾ ഉയരുമായിരുന്നു. പക്ഷേ മിശ്രിതമായതുകൊണ്ട് താപനില ഒരുപോലെ തുടരും. ജലം നീരാവിയായി കഴിഞ്ഞാൽ അതിന് പുറത്തു പോകാൻ കഴിയാതെ ആവരണമായി വെളിച്ചെണ്ണ നിലകൊള്ളുന്നു.
നീരാവി വീണ്ടും ചൂടാകുമ്പോൾ എണ്ണയും ഉയർന്ന താപനിലയിലാകും. നീരാവിയുടെ താപനില കൂടുമ്പോൾ അത് വെളിച്ചെണ്ണയെ തെറിപ്പിച്ച് ഒരു സ്ഫോടനം നടത്തുന്നു. അപ്പോൾ എണ്ണയുടെ താപനില 200 ഡിഗ്രി സെൽഷ്യസോ 300 ഡിഗ്രി സെൽഷ്യസോ ആയിട്ടുണ്ടാകാം. ഇത് ശരീരത്തിൽ വീണാൽ പൊള്ളാതിരിക്കുമോ? വെള്ളത്തിൻ്റെ മുകളിലായിട്ട് എണ്ണ കിടക്കുന്നു. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് അതിനോടൊപ്പം എണ്ണയും ചൂടാകുന്നു. വെള്ളത്തിന് ചൂടാകാൻ കൊടുക്കുന്ന താപമല്ല എണ്ണയ്ക്കും കൂടെ കിട്ടുന്നു. ഇനി വെള്ളം പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കുമ്പോഴാണ് എണ്ണ പൊട്ടിത്തെറിച്ച് നമ്മുടെ മേഘത്ത് വീഴുന്നത്. അപ്പോൾ ചട്ടിയിലെ ജലം വറ്റിച്ച ശേഷം മാത്രമേ എണ്ണ ഒഴിക്കാവൂ. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഏതായാലും 2-3 വസ്തുതകൾ കൂടി മനസ്സിലാക്കിയിട്ട് പോകും, അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ വന്നേക്കാം. മഴയത്ത് നനഞ്ഞ ശരീരത്തിൽ നിന്നും ജലം ബാഷ്പീകരിച്ച് പോകാറില്ലേ? ഇവിടെ ജലം 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തി തിളയ്ക്കാറുണ്ടോ? ഇല്ല. നമ്മൾ മനസ്സിലാക്കി അത്രയും ലീനതാപം സ്വീകരിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ബാഷ്പീകരണം ഏതു താപനിലയിലും നടക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു തുണി വിരിച്ചിടുമ്പം വെള്ളം ബാഷ്പമായി പോയിട്ട് ഡ്രൈ ആകുമെന്ന് പറഞ്ഞില്ലേ, അത്. ഇവിടെ സ്വീകരിക്കുന്ന ലീനതാപവും വ്യത്യസ്തമായിരിക്കും. എന്നാൽ തിളനിലയിൽ നടക്കുന്ന ബാഷ്പീകരണത്തിന് ബാഷ്പനം എന്നാണ് പറയുന്നത്. തിളനിലയിൽ നടക്കുന്ന ബാഷ്പീകരണം ബാഷ്പനമാണ്. ഇവിടെ ബാഷ്പനവും ബാഷ്പീകരണവും കൊടുത്തിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നതാണ്. അതാണ് ഇവിടെ ഇൻഡോ മാർക്കിട്ട് വെച്ചേക്കുന്നത്. ബാഷ്പനം തിളനിലയിൽ മാത്രം നടക്കുന്നു. ബാഷ്പീകരണം ഏതു താപനിലയിലും നടക്കും. ബാഷ്പനം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കും. ബാഷ്പനം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും നടക്കും. ബാഷ്പീകരണമോ വെള്ളം ഒരു പാത്രത്തിലെടുത്ത് വെയിലത്ത് വെച്ചാൽ മുകളിലുള്ള വെള്ളം മാത്രമാണ് ബാഷ്പമായി പോകുന്നത്. അപ്പോൾ ഉപരിതലത്തിൽ മാത്രമാണ് നടക്കുന്നത്. ഓക്കെ. ഇനി നനച്ച തുണികൾ വിരിച്ചിടുന്നത് എന്തിനാണ്? ജലം വേഗത്തിൽ ബാഷ്പീകരിച്ച് പോകാറില്ലേ? കാറ്റ്, പരപ്പളവ്, അന്തരീക്ഷ താപനില, പദാർത്ഥങ്ങളുടെ സ്വഭാവം തുടങ്ങിയവ ബാഷ്പീകരണ വേഗതയെ സ്വാധീനിക്കുന്നു. അപ്പം കാറ്റും പരപ്പളവും അന്തരീക്ഷ താപനിലയൊക്കെ പദാർത്ഥങ്ങളുടെ സ്വഭാവം തുടങ്ങിയവയെല്ലാം ബാഷ്പീകരണ വേഗതയെ സ്വാധീനിക്കും. ബാഷ്പീകരണ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കാറ്റും പരപ്പളവും അന്തരീക്ഷ താപനിലയും പദാർത്ഥങ്ങളുടെ സ്വഭാവവും. മൺകൂജയിലെ വെള്ളത്തിന് കൂടുതൽ തണുപ്പ് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ആയിരിക്കുമെന്ന് അറിയാമോ? മൺകൂനയിൽ ധാരാളം സുഷിരങ്ങൾ ഉണ്ട്. ഇതിലൂടെ പുറത്തു വരുന്ന ജലകണികകൾ ബാഷ്പീകരിച്ച് പോകുന്നതിന് ആവശ്യമായ ലീനതാപം ശേഷിക്കുന്ന ജലത്തിൽ നിന്ന് എടുക്കുന്നതുണ്ട്. അത് ഉള്ളിലെ ജലത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ജലം ബാഷ്പീകരിച്ച് പോകാനുള്ള താപം വലിച്ചെടുക്കുന്നതുകൊണ്ട് ഉള്ളിലെ ജലത്തിന് തണുപ്പായിരിക്കും. അതായത് മൺകൂജയിലെ വെള്ളത്തിന് എപ്പോഴും നല്ല തണുപ്പായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി സിറിഞ്ചിൽ നല്ല ചൂടുവെള്ളം എടുത്തു. ഇപ്പോൾ ജലം തിളയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ വിരൽ കൊണ്ട് ഒരറ്റം അടച്ചു പിടിച്ച സിറിഞ്ച് വലിച്ചു. അപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയായിരിക്കാം? സിറിഞ്ച് വലിച്ചപ്പോൾ അതിനകത്തെ മർദ്ദം കുറഞ്ഞു. കുറഞ്ഞ മർദ്ദത്തിൽ ജലത്തിൻ്റെ തിളനില കുറയും. മർദ്ദം കുറയുമ്പോൾ ജലത്തിൻ്റെ തിളനിലയും കുറയും. അതുകൊണ്ടാണ് ഹിമാലയത്തിൻ്റെ മുകളിൽ തിളയ്ക്കുന്ന ജലത്തിൽ കൈവച്ചാലും ചെറിയ ചൂട് മാത്രമേ തോന്നുന്നുള്ളൂ. കാരണം ഹിമാലയത്തിൻ്റെ മുകളിലേക്ക് എന്താ സംഭവിക്കുന്നത്? അവിടെ മർദ്ദം കുറവാണ്. മർദ്ദം കുറയുന്നിടത്ത് തിളനില കുറവായിരിക്കും. അപ്പം അവിടെ 70 ഡിഗ്രി സെൻറ്റിഗ്രേഡിനടുത്ത് ജലം തിളയ്ക്കും. അവിടെ അന്തരീക്ഷ മർദ്ദം കുറവായതുകൊണ്ടാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചോദ്യം വരാറുണ്ട്, ഹിമാലയത്തിന് മുകളിൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ കൈവച്ചാൽ എന്താണ് കൈ പൊള്ളാത്തതെന്ന്. അവിടെ മർദ്ദം കുറവാണ്, തിളനില കുറഞ്ഞ താപനിലയിൽ വെള്ളം തിളയ്ക്കും. ഹിമാലയത്തിന് മുകളിൽ അരി വേവിക്കാനോ തിളയ്ക്കുന്ന ജലത്തിൽ മണിക്കൂറുകൾ കിടന്നാലും വേകാൻ പ്രയാസമാണ്. പ്രഷർ കുക്കർ ഉപയോഗിച്ച് വെയിറ്റ് വെച്ച മർദ്ദം കൂട്ടുക. അപ്പോൾ ജലത്തിൻ്റെ തിളനില 120 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് ഉയരും. ഭക്ഷണം ക്ഷണനേരത്തിൽ വേകും. നമ്മളെല്ലാവരും പ്രഷർ കുക്കർ ഉപയോഗിക്കാറുണ്ട്. പ്രഷർ കുക്കറിൽ എന്താണ് സംഭവിക്കുന്നത്? ജലത്തിൻ്റെ തിളനില മർദ്ദം വെച്ചിട്ട് വെയിറ്റ് വെച്ച് മർദ്ദം കൂട്ടുന്നു. വെയിറ്റ് വെച്ച് മർദ്ദം കൂട്ടിയിട്ട് തിളനില കൂട്ടുന്നു. അതുപോലെ വെള്ളത്തിൽ ഏതെങ്കിലും പദാർത്ഥം ലയിപ്പിച്ചും ചേർത്താലും തിളനില ഉയരും. ഉപ്പിട്ടാലും ഉയരുമോന്ന്? തീർച്ചയായും. അപ്പോൾ വലിയ കയറ്റങ്ങൾ കയറുമ്പോൾ റേഡിയേറ്ററിലെ വെള്ളം തിളയ്ക്കാറില്ലല്ലോ. അതെന്തായിരിക്കും? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ കയറ്റങ്ങളൊക്കെ കയറുമ്പോൾ
റേഡിയേറ്ററിലെ വെള്ളം തിളയ്ക്കാത്തതിന് കാരണം അതിനകത്ത് പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ ലയിപ്പിച്ചത് കൊണ്ടാണ്. അതാണ് നിറവും മാറിയത്. അത് പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ ചേർക്കുമ്പോൾ നിറവും മാറും. ഓ ശരി, നന്ദിയുണ്ട് ഇത്രയും പറഞ്ഞു തന്നതിന്. ഇനി പോയി മുറ്റത്തെങ്ങാനും ബെഞ്ച് പിടിച്ച് കിടക്കട്ടെ. ഇനി അടുത്ത ഭാഗം കൂടെ നമുക്ക് വേഗം എടുക്കാം. ആഗോളതാപനം. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരിൻ്റെ പകുതി അല്ലേ. താപവും ആഗോളതാപനമാണ്. താപത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഇനി ആഗോളതാപനം വേഗം പറഞ്ഞങ്ങ് നിർത്താം. ഇപ്പോൾ ഭൂമിയുടെ താപനില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ? നമ്മളെപ്പോലുള്ളവർ തന്നെയാണ് അതിന് കാരണം. ഇപ്പോൾ നിരത്തിലൂടെ എത്ര വണ്ടികളാണ് ഓടുന്നത്? ഇതിനൊക്കെ ഡീസലും പെട്രോളും കത്തുമ്പോൾ പുറന്തള്ളുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്കല്ലേ പോകുന്നത്? പണ്ടൊക്കെ എത്ര മരങ്ങളും വയലിൽ നെൽച്ചെടികളും ഉണ്ടായിരുന്നു. ഇപ്പോഴോ എല്ലാ വീട്ടിലും ഫ്രിഡ്ജ്, AC-യും എന്ന് വേണ്ട ചെടികൾ ഉണ്ടായിരുന്ന കാടിന് പകരം കോൺക്രീറ്റ് കാടുകളായി മാറി നമ്മുടെ നാടല്ല. ഇതൊക്കെ എങ്ങനെയാണ് അന്തരീക്ഷം ചൂടാക്കുന്നത് നോക്കാം. സൂര്യനിൽ നിന്ന് വരുന്ന താപവികിരണങ്ങൾ ഭൂമിയിൽ തട്ടി ബഹിരാകാശത്തേക്ക് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ അവയിൽ ഒരു ഭാഗത്തെ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ പറഞ്ഞുവിടുന്ന വാതകങ്ങളാണ് ഹരിതഗേഹ വാതകങ്ങൾ. വാഹനങ്ങൾ എന്നാണ് ഇവിടെയുള്ളത്. വാതകം എന്ന് എഴുതണം. ചില പുസ്തകത്തിലെ വാതകങ്ങൾ തന്നെ ഉണ്ടാകും. ഇന്ധനങ്ങൾ കത്തുമ്പോഴും ഫ്രിഡ്ജ്, AC ഇവയിൽ നിന്നും എല്ലാം പുറത്തു വരുന്നത് ആഗോള താപനത്തിന് കാരണമായ ചില വാതകങ്ങളാണ്. ആ വാതകങ്ങൾ നമുക്ക് നോക്കാം. ഇനിയുള്ള കാലം അത് തടയാൻ എന്തെങ്കിലും ചെയ്താൽ വരും തലമുറയ്ക്ക് ഭൂമിയിൽ പാർക്കാം. എന്തെല്ലാം ചെയ്യണം? പറ്റുന്നവയാണെങ്കിൽ നമുക്ക് ഒരു ബോർഡിൽ എഴുതി വയ്ക്കാം. കുറേ പേരെങ്കിലും ഇതിനോട് യോജിക്കുമല്ലോ. അതായത് ആഗോള താപനത്തിന് കാരണമായ വാതകങ്ങൾ ഏതൊക്കെയാണെന്നോ? കാർബൺ ഡൈ ഓക്സൈഡ്, CFC എന്ന് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ. അവയൊക്കെ എന്താണ്? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഇൻഫ്രാറെഡ് താപവികിരണങ്ങളെ അല്ലെ അൾട്രാവയലറ്റ് വികിരണങ്ങളെ എല്ലാം തിരിച്ച് പോകാതെ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ ഭൂമിയിൽ ചൂട് കൂടുകയാണ് ചെയ്യുന്നത്. എന്തെല്ലാം ചെയ്യണം പറ്റുന്നവ നമുക്കൊരു ബോർഡിൽ എഴുതി നോക്കാം. അപ്പോൾ ആഗോള താപനം തടയാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു 6 പോയിന്റ് ഇവിടെയുണ്ട്. ഇതിൽ 3 പോയിന്റ് എങ്കിലും കാണാതെ പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് ഇത് നിർബന്ധമായിട്ട് ചോദിക്കുന്നതാണ്. നോക്കാം. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. അതായത് ഡീസൽ, മണ്ണെണ്ണ, പെട്രോൾ, പാരഫിൻ ഓയിൽ അങ്ങനെയുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനാണ് പറയുന്നത്. അല്ലാതെ ഉപയോഗിക്കരുതെന്ന് പറയുന്നില്ല. കാരണം ഇതൊന്നും ഇല്ലാതെ ഇപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. CFC അതായത് ക്ലോറോ ഫ്ലൂറോ കാർബണിൻ്റെ ഉപയോഗം, അതായത് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നും AC-യിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന വാതകമാണ് CFC. ഇനി ഹരിതഗേഹ വാതകങ്ങൾ പുതുതായി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡും CFC-യും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകാതെ നോക്കാൻ. ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുക. ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുമ്പോൾ വായു മലിനീകരണം ഉണ്ടാകുന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല. പുറത്തേക്കല്ല, മീൻസ് അന്തരീക്ഷത്തിലേക്ക് വരുന്നില്ല. ഈ ഫോസിൽ ഇന്ധനങ്ങൾ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ അതൊക്കെ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. എന്നാൽ ഹൈഡ്രജൻ ഇന്ധനമാകുമ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഒരു മോശം വാതകങ്ങളും വരുന്നില്ല. ഇന്ധനമാകുമ്പോൾ ജലവും മറ്റുമാണ് പുറത്തേക്ക് പോകുന്നത്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ പരമാവധി ഉപയോഗിക്കുക. സൗരോർജ്ജം ഒട്ടും പാഴാക്കാത്ത പരമാവധി പ്രയോജനപ്പെടുത്തുക. അതായത് നമ്മുടെ സോളാർ കുക്കർ, സോളാർ ലൈറ്റുകളൊക്കെ ഉപയോഗിക്കാനാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. താപവും ആഗോളതാപനവും എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ എല്ലാം ഈ ചാനലിൽ തന്നെ കഴിഞ്ഞ വർഷം ഇട്ട വീഡിയോയിലുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. നീത എഡ്യു കോർണർ എന്ന ചാനലിൽ കയറി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ കിട്ടും. ഇനി എല്ലാ വീഡിയോസും തുടർന്ന് എല്ലാ ചാപ്റ്ററിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഇടുന്നതായിരിക്കും. IT-യുടെ ചോദ്യവും കുറേ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ചോദ്യോത്തരങ്ങളും ഒക്കെ ഇതിന് മുന്നേ മീൻസ് കഴിഞ്ഞ വർഷത്തെ പഠിതാക്കൾക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കയറി നോക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക.